ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് രാവിലെ പുട്ടും മീൻകറിയാണ്. മീൻകറി നമുക്ക് തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പം അത് നന്നായിട്ട് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ട് നമ്മളുടെ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്ന ഉണ്ടല്ലോ, അത്തരം പുട്ടുപൊടിയായിരുന്നു. അപ്പം അത് ഇച്ചിരി ചുമന്ന ചെമ്പാവരി പുട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ്. അപ്പം നമുക്കിതിൻ്റെ പുറകിൽ നിന്ന് കുഴച്ച് മെനക്കെടാൻ നിൽക്കണ്ട. നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചേക്കാന്നുണ്ടെങ്കിൽ അത് കുതിർന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് പുട്ട് നമ്മുടെ ചിരട്ട കുറ്റിക്കകത്തോ അല്ലാത്ത വലിയ കുറ്റിക്കകത്തോ കോരിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ കുതിരാനായിട്ട് അവിടെ വെച്ചു. അത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറിനകത്തിരിക്കുന്ന വെള്ളവും ചൂടാവും. അതിൽ നമുക്ക് തേങ്ങയും തിരുമ്മി വെക്കാം. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് വേണം. പാർത്തമ്മ ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഗ്ലൂട്ടാത്തയോണിൻ്റെ ആ ഒരു വെള്ളം അത് ഞാൻ കുടിക്കുന്നുണ്ട്. ഇച്ചിരി ചൂടായിരുന്നു കേട്ടോ. സ്റ്റീൽ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേനും ചൂടുവെള്ളം എപ്പോഴും ഒന്നും കൂടെ ചൂട് കൂടത്തല്ലേ ഉള്ളൂ. നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കുപ്പി ഗ്ലാസ്സിനകത്തൊക്കെ ഒഴിച്ച് കുടിക്കുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ ഇതേ മണക്കുള്ള സ്റ്റീൽ ഗ്ലാസ്സിനകത്താണ് കുടിക്കുന്നത്. അപ്പം അതും കൂടി നടക്കുകയും ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമുക്കെല്ലാം നടത്തിക്കൊണ്ട് പോവണ്ടേ അല്ലേ? നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് അങ്ങനെ പാർത്തമോൻ എണീറ്റ് അവൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ അടുക്കളയിലേക്ക് വന്നായിരുന്നു. ഇത് കുക്കർ അങ്ങോട്ട് അടച്ചത് ശരിയായില്ല കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവി വേറെ വഴി കൂടെ പോകുന്നു. നമ്മുടെ വെയിറ്റ് ഇടുന്ന അതിനകത്ത് കൂടെ വരുന്നതിന് പകരം വേറെ സ്ഥലത്തൂടെ പോകുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അടപ്പൊക്കെ ഊരി ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കറക്റ്റായിട്ട് തന്നെ എൻ്റെ ആവി വരാൻ തുടങ്ങിയെങ്കിലല്ലേ നമ്മുടെ പുട്ട് വേവത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കേട്ടോ. അപ്പോഴത്തേക്കിനും ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു ഇവിടെ. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഈ മഴ കാരണം ജോലിക്ക് പോയവർക്കൊന്നും ജോലിയും ഇല്ലായിരുന്നു. ആകെപ്പാടെ മഴ പെയ്ത്. പിന്നെ അണ്ണന് ജോലി ഇല്ലാത്തതുകൊണ്ട് അണ്ണൻ ഇങ്ങ് വന്നു. പിന്നെ അവിടെ കുറച്ച് പഴുത്ത ചക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ ചക്കയ്ക്ക് ക്ഷാമമില്ലല്ലോ. പഴുത്ത ചക്കയ്ക്ക്, വേവിക്കുന്ന ചക്കയ്ക്ക്, ചക്ക ഉപ്പേരി ഇതിനൊന്നും ക്ഷാമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചക്ക പഴുത്തത് ഞുള്ളി പറക്കുമായിരുന്നു ഞാനും അണ്ണനും കൂടി. അതിങ്ങനെ പൊളിച്ച് പറക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാമല്ലോ. എവിടുന്നാ ചുമ്മാതാ എന്നും പറഞ്ഞൊക്കെ പൊളിച്ച് പറക്കുന്നത്. ഇത് പൊളിച്ച് പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പാത്രം കാലിയായിക്കൊണ്ടേ ഇരിക്കും. അണ്ണൻ പെട്ടെന്ന് പൊളിച്ചിടുന്നുണ്ട്. ഞാനിത് പൊളിച്ചിടുന്നതും പറക്കി തിന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നമ്മളല്ലെങ്കിൽ അങ്ങനല്ലേ, പഴുത്ത ചക്ക നന്നാക്കാനിരുന്നാലും പച്ചച്ചക്ക നന്നാക്കാനിരുന്നാലും വേവിക്കാൻ എടുക്കുന്ന ചക്കയെക്കാളും കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് പച്ചച്ചക്കയായിരിക്കും പോകുന്നത്. പിന്നെ വേവിച്ച ചക്ക കഴിക്കാനേ തോന്നത്തില്ല. ഞാനങ്ങനെയാണ് കേട്ടോ. ചക്കയൊക്കെ ഞുള്ളി പറക്കാനിരിക്കുമ്പം കൂടുതലും പച്ചച്ചക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ചക്കയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക. മഴ ആയതുകൊണ്ടാണ് അണ്ണനങ്ങനെ പണിയൊന്നും ഇല്ലായിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ 1-2-3 ദിവസം കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈവും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരും ലൈക്ക് തരുന്നില്ല കേട്ടോ. അത് പ്രത്യേകം ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ പോവല്ലേ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ചക്ക പൊളിച്ച് വറക്കക്കവും തീറ്റിയും എല്ലാം കഴിഞ്ഞു. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു ഇച്ചിരി സോയാബീൻ കറി വെക്കാമെന്ന്. ഞാൻ സോയാബീൻ കറി വെക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിനകത്തിട്ടൊന്ന് വേവിക്കും. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിക്കും. ഒരു 2-3 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നമുക്കിങ്ങനെ നല്ല രസം, കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ബീഫ് കറി വെക്കുന്നത് ഉണക്കങ്ങ് വെക്കാം എന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കതിനാവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും എല്ലാം അരിഞ്ഞതിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാവർക്കും ബീഫ് വെക്കാനൊക്കെ അറിയാമല്ലോ, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ ബീഫിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മളിന്ന് സോയാബീൻ വെക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാനും വേണ്ടിയല്ലേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ ആ സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനും വേണ്ടി ഇട്ടത്. പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയായിട്ട് ഞാൻ ചേർക്കുന്നതാണ് നമ്മുടെ ബീഫ് മസാലയാണ്. അപ്പം അതും കൂടെ ചേർത്ത്, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മണം കേട്ടിട്ട് ഞങ്ങളുടെ പൂച്ച അവളോട് ഭയങ്കര ബഹളമായിരുന്നു. ബീഫ് കറി വെക്കുമെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ പറ്റിച്ചു, പാപം. അങ്ങനെ പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിതിനകത്ത് ശകലം വെള്ളം ചേർത്തിട്ടുണ്ട്.
കാരണം നമ്മുടെ സോയാബീൻ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു പരുവമായിരിക്കും. പിന്നെ ഇനി വെള്ളം കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാതെ വെന്ത് കലങ്ങിപ്പോവും. നമുക്ക് കോരിയെടുക്കുമ്പോൾ കണ്ടാലൊരു ഭംഗി തോന്നുന്നുണ്ട്. ബീഫിൻ്റെ കണക്കൊക്കെ തന്നെ ഇരിക്കണ്ടേ. അപ്പം അങ്ങനെ ഇത് കണ്ടോ, ഞാൻ കുറച്ച് വെള്ളം മാത്രമേ വെച്ചുള്ളൂ. പിന്നെ ബാക്കി സോയാബീനകത്തുള്ള വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു പരുവമാകുമ്പോഴത്തേനും നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. സൂപ്പർ കറിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കഴിക്കാൻ. ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് വെച്ച് നോക്കണേ, ടേസ്റ്റ് ചെയ്ത് നോക്കണേ എന്ന്. പിന്നെ നമുക്ക് കണ്ട മീൻ വറുത്തതുണ്ടായിരുന്നു, നമുക്ക് ചെങ്കലവ കറി വെച്ചതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സോയാബീൻ കറി ഉണ്ടായിരുന്നു. ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഊണിനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ അത്താഴ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളാണിത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ വലിയ വിശേഷങ്ങളായിട്ട് വലിയ വലിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ഞാൻ ടാറ്റ പറയുന്നു. സ്നേഹപൂർവ്വം രേഷ്മ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റ.